നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഗുജറാത്തിൽ 8 കുട്ടികൾ മരണപ്പെട്ടത് ചന്ദിപുര വൈറസ് ബാധയേറ്റെന്ന സംശയം. ജൂലൈ 10 മുതൽ രോഗം സ്ഥിരീകരിച്ച 8 പേർ മരണപ്പെട്ടുവെന്നും 14 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടെന്നും ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ പറഞ്ഞു. സമ്പർഗന്ത ജില്ലയിൽ നിന്നുള്ളവരാണ് 14 പേരിൽ 4 കുട്ടികൾ. ബാക്കിയുള്ളവർ മഹിസാഗർ, ഖേഡ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും. 2 കുട്ടികൾ രാജസ്ഥാനിൽ നിന്നും ഒരാൾ മധ്യപ്രദേശിൽ നിന്നുമുള്ളതാണ്. ഇവർക്കും ഗുജറാത്തിൽ തന്നെയാണ് ചികിത്സ നൽകുന്നതെന്ന് ഋഷികേശ് പട്ടേൽ പറഞ്ഞു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രത പുലർത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചന്ദിപുര വൈറസിന് സമാനമായ രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെ പ്രസ്തുത രോഗമായി തന്നെ പരിഗണിച്ച് ചികിത്സ നൽകണമെന്ന് കമ്മ്യൂണിറ്റി സെന്ററുകൾക്കും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും ജില്ലാ ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രോഗം ബാധിച്ചാൽ മരണനിരക്ക് കൂടുതലാണെന്നും ചികിത്സ വൈകിയാൽ ആരോഗ്യം വഷളാകുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. റാബ്ഡറോവിഡെ വിഭാഗത്തിൽപ്പെട്ട വൈറസാണിത്. 9 മാസം മുതൽ 14 വയസ്സുവരെ പ്രായത്തിലുള്ള കുട്ടികളെയാണ് പൊതുവെ ഈ രോഗം ബാധിക്കുന്നത്. കൊതുകുജന്യ രോഗമാണെങ്കിലും ചെള്ളുകളിലൂടെയും മണൽ ഈച്ചകളിലൂടെയും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട്. പൊതുവെ മഴക്കാലങ്ങളിലാണ് രോഗം ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ. നഗരപ്രദേശങ്ങളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിലാണ് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കടുത്ത പനി, ശരീരവേദന, തലവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമാകും തോറും ചുഴലി ഉണ്ടാകാനും എൻസെഫലൈറ്റിസിനും കാരണമാകും. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും രക്തസ്രാവ സാധ്യതയും അനീമിയയും ഉണ്ടാകാമെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. എൻസെഫലൈറ്റിസ് ബാധിക്കുന്നതോടെ രോഗം കൂടുതൽ വഷളാവുകയും മരണസാധ്യത കൂടുകയും ചെയ്യും. 1965 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള ചന്ദിപുരയിലാണ് ഇന്ത്യയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെയാണ് ചന്ദിപുര വൈറസ് എന്ന പേര് വന്നത്. ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നിലവിൽ നൽകി വരുന്നത്. ആന്റി റിട്രോവൈറൽ തെറാപ്പിയോ വാക്സിനോ ലഭ്യമല്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രോഗം ഗുരുതരമാകുമെന്നതാണ് സങ്കീർണമാകുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.